മഹാനായ അന്തർപാപ്പ 1984 ഒക്ടോബർ 31 കാലത്ത് 10 മണിക്ക് പൊന്നാനി MES കോളേജിൻ്റെ പ്രധാന കവാടത്തിനോട് ചേർന്ന മതിലിൽ ഒരു വയോധികൻ കരിക്കട്ട കൊണ്ട് എന്തോ എഴുതുന്നു. കോളേജിലേക്ക് പ്രവേശിക്കുന്ന ചില വിദ്യാർത്ഥികൾ ജിജ്ഞാസയോടുകൂടി ആ വൃദ്ധനരികിലേക്ക് എത്തുന്നു. എന്താണ് എഴുതുന്നത് എന്ന് അവർ ശ്രദ്ധിച്ചു. വിറയാർന്ന കൈകളിൽ വികൃതമായി എഴുതിയ ആ അക്ഷരക്കൂട്ട് അവർ ശ്രമപ്പെട്ട് വായിച്ചു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. ആ വൃദ്ധനെ അവർ പരിഹാസത്തിൽ പൊതിഞ്ഞു. പരിഹസിക്കുന്ന യുവാക്കളെയും പച്ചവസ്ത്രം ധരിച്ച വൃദ്ധനെയും കണ്ട് ആളുകളൊക്കെ കൂട്ടം കൂടാൻ തുടങ്ങി. വായിച്ചവർ വായിക്കാത്തവരുടെ ചെവിയിലേക്ക് കാര്യമെത്തിച്ചു. അവർ ആ വയോധികനെ പരിഹാസത്തിൽ പൊതിഞ്ഞു. രാജ്യത്തിൻ്റെ ഒരുക്കു വനിതയെ വെടിവെച്ച് കൊന്നെന്നോ, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടെന്നോ അവർക്ക് ചിന്തിക്കാവുന്നതിലേക്ക് അപ്പുറമായിരുന്നു അത്. ഉച്ചയ്ക്ക് 12:30 വാർത്തയോടുകൂടി അവരുടെ പരിഹാസം ആശ്ചര്യത്തിന് വഴിമാറി. ഇന്ദിരാഗാന്ധി സ്വന്തം സെക്യൂരിറ്റി ഓഫീസറുടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. വാർത്ത കേട്ടവർ ആ മതിലിൻ്റെ അരികിലേക്ക് ഓടിയെത്തി. അപ്പോഴും ആ മതിലിന്മേ മായാതെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ അക്ഷരങ്ങൾ. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. ആ മഹാനായിരുന്നു സുന്നി കൈരളിയുടെ ഇതിഹാസ നായകൻ വലിയുല്ലാഹി അന്തർപാപ്പ. തലശ്ശേരി ചൊക്ലിയിലാണ് മഹാനവറുകളുടെ ജനനം. കലന്തർ മുസ്ലിയാർ എന്ന സാത്വികനായിരുന്നു മഹാനവറുകളുടെ പിതാവ്. പ്രാഥമിക പഠനം നാട്ടിൽ നിന്ന് തന്നെ. പിന്നീട് പെരിങ്ങത്തൂർ ദർസിൽ ചേർന്നു. 15-ാമത്തെ വയസ്സിൽ മലബാറിലെ മക്ക എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന പൊന്നാനിയിൽ മതപഠനത്തിന് വേണ്ടിയെത്തി. പയ്യനാട് മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, ആലുവയിൽ അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു നിരവധി മഹാത്മാക്കളുടെ ആത്മീയ ശിഷ്യത്വം നേടി. ആത്മീയതയുടെ മഹാസമുദ്രത്തിലേക്ക് ഓടിയിട്ട് ഇറങ്ങി. തിരുവേഗപ്പാറ മുഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, വടകര മുഹമ്മദാജി തങ്ങൾ, ഹിബത്തുല്ലാഹിൽ ബുഖാരി ചാവക്കാട് റളിയല്ലാഹു അൻഹു, ഇപ്പുറം അബൂബക്കർ മുസ്ലിയാർ, അമ്പങ്കുന്ന് ബീരാൻ ഔലിയ ഉപ്പാപ്പ, കാളത്തോട് കമ്മക്കുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, പൊന്മാണിക്കുടം ഉണ്ണി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, ഫക്കീർ ഹാജി കരുപ്പടങ്ങ റളിയല്ലാഹു അൻഹു, ആരക്കാട് മാനു മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു തുടങ്ങി ആത്മീയ മേഖലയിലെ അമരക്കാരനായ നിരവധി മഹാത്മാക്കളുമായി അന്തർപാപ്പ ആത്മീയ ബന്ധം സ്ഥാപിച്ചു. മഹാന്മാരുടെ മഖാമിൽ സന്ദർശിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് അതീവ താല്പര്യമായിരുന്നു മഹാനവറുകൾക്ക്. 8-ാമത്തെ വയസ്സിൽ മതപഠനത്തിന് വേണ്ടി വീട് വിട്ട് ഇറങ്ങിയ മഹാനവറുകൾ തൻ്റെ സഹോദരിയുടെ നിക്കാഹിൻ്റെ സമയത്താണ് മഹാനവറുകൾ വീട്ടിലേക്ക് എത്തിയത്. അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടിറങ്ങിയ മഹാനവറുകളെ സഹോദരങ്ങൾ 1996 വീട്ടിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. മഹാനവറുകളുടെ വാർദ്ധക്യദശയായിരുന്നു അത്. കേരളക്കരയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആത്മീയവേദിയിലെ വ്യക്തിത്വമായി അന്തർപാപ്പ റളിയല്ലാഹു അൻഹു മാറിക്കഴിഞ്ഞിരുന്നു. അറിവിൻ്റെ അക്ഷരക്കനിയായിരുന്നു വലിയുല്ലാഹി അന്തർപാപ്പ. എല്ലാവർക്കും ബഹുമാനപ്പെട്ട വലിയുല്ലാഹി അന്തർപാപ്പയെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും കാര്യമായി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു.